അല്ല, നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരിക്കുവാണോ? ഏട്ടനും ആ കുട്ടിയും താഴെ വന്നു. അങ്ങോട്ടൊന്നും ചെല്ലാൻ മേലായിരുന്നോ? മുറിയിലേക്ക് കയറി വന്ന കാർത്തിക് ബെഡിലിരുന്ന് ഫോൺ നോക്കുന്ന സ്നേഹയെയും രജനിയെയും നോക്കി പറഞ്ഞു. രജനി നരേന്ദ്രന്റെ ഭാര്യയാണ്. രാവിലെ വിവാഹത്തിനായിട്ട് നരേന്ദ്രനൊപ്പം വന്നിട്ട് ക്ഷേത്രത്തിലേക്ക് വരുന്നില്ലെന്ന് പറഞ്ഞ് തറവാട്ടിൽ സ്നേഹയ്ക്കൊപ്പം നിന്നതാണ് രജനി. രജനി സ്നേഹയുടെ വകയിൽ ഒരമ്മായി കൂടിയാണ്. ഓ, അവർ വന്ന ഉടനെ അങ്ങോട്ട് കെട്ടിയെടുക്കണമെന്നുണ്ടോ? കെട്ടിക്കൊണ്ട് വന്നത് അമ്പാനിയുടെ മോളെയൊന്നും അല്ലല്ലോ കയറി വന്ന ഉടനെ താലപ്പൊലി വെച്ച് സ്വീകരിക്കാൻ, സ്നേഹ പുച്ഛത്തോടെ പറഞ്ഞു. സ്നേഹേ, നിന്റെ ഈ ഒലിഞ്ഞ ആറ്റിറ്റ്യൂഡ് ഇവിടെ ഇറക്കരുത് എന്ന് ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട്. കല്യാണത്തിനോ പോയില്ല. അവർ വീട്ടിലെത്തുമ്പോഴെങ്കിലും ഒന്ന് ചെല്ലാൻ മേലേ? ചുമ്മാ ഇവിടെ കയറി ഇരുന്നാൽ നിന്റെ പാർലർ തുടങ്ങാനുള്ള പൈസ കിട്ടില്ല. അത് കിട്ടണമെങ്കിൽ ആ വൈഫോ മുത്തശ്ശനോ കനിയണം. അത് വേണമെന്നുണ്ടെങ്കിൽ അവരെ കാണിക്കാനെങ്കിലും ഒന്ന് താഴേക്ക് ചെല്ല്. സ്നേഹയെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞ് കാർത്തിക് മുറിവിട്ടിറങ്ങിപ്പോയി. കണ്ടോ ആൻറ്റി, ഇവിടെ വന്നപ്പോൾ മുതൽ കാർത്തിക് ഇങ്ങനെയാ. തൊടുന്നതിനും പിടിച്ചതിനുമൊക്കെ എൻ്റെ മണ്ടയിലോട്ട് കയറാൻ വരും. ഞാൻ എന്തോ ചെയ്ത പോലെയാ. ബാംഗ്ലൂരിലെ ബിസിനസ് എല്ലാം പൊട്ടി പാളിസായി നിൽക്കുക. എന്നിട്ടും അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. ബ്ലഡി ഇഡിയറ്റ്. കാർത്തികിന്റെ സംസാരം ഇഷ്ടപ്പെടാതെ സ്നേഹ ദേഷ്യത്തോടെ പറഞ്ഞു. ആ, സാരമില്ലടി മോളെ, ബിസിനസ്സൊക്കെ നഷ്ടത്തിലായതിൻ്റെ സങ്കടം അവന്. നീ അതൊന്നും കാര്യമാക്കേണ്ട. പിന്നെ അവൻ പറഞ്ഞതിന് ഒരു കാര്യമുണ്ട്. മോള് വാ, നമുക്ക് താഴെ ചെന്ന് നോക്കാം. ഇവിടെയുള്ള ആ ഭൂലോക രംഭയെ ഞാനും കണ്ടിട്ടില്ല. നീ വാ. മുഷിപ്പോടെ ഇരിക്കുന്ന സ്നേഹയെ പിടിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് രജനി പറഞ്ഞതും അവളില്ലാ മനസ്സോടെ അവർക്കൊപ്പം താഴേക്ക് ചെന്നു. ദേ ചെക്ക, ഒന്ന് നിന്നേ. ഒരു ഫോൺ വന്നതും അറ്റൻഡ് ചെയ്യാൻ വെളിയിലേക്ക് ഇറങ്ങി സിദ്ധുവിൻ്റെ പിന്നാലെ ചെന്ന് തോളിൽ തട്ടി അപ്പു വിളിച്ചു. എന്താടി? ദേ, ഒരു കാര്യം പറഞ്ഞേക്കാം. രാവിലെ കല്യാണത്തിന് എൻ്റെ ധാവണിക്ക് മാച്ച് ചെയ്ത ഷർട്ട് ഇട്ടില്ല. പണ്ട് ഡ്രസ്സിങ് സെൻസ് ഇല്ല. അത് ആരേലും പറഞ്ഞു തരുമ്പോൾ എങ്കിലും ഒന്ന് കേട്ടൂടെ? ആ കാര്യത്തിൽ നിങ്ങളുടെ കൂട്ടുകാരനെ കണ്ടുപടി. കണ്ടില്ലേ, കെട്ടുകളുടെ സാരിക്ക് മാച്ചാകുന്ന ഷർട്ടിട്ട് ചുള്ളനായിട്ട് നിന്നെ. നിങ്ങൾക്കാണെങ്കിൽ ഒരു ഡ്രസ്സിങ് സെൻസും ഇല്ല. ആ, അത് ഞാനങ്ങ് സഹിച്ചു. ഒരുപാട് തിരക്കിനിടയിൽ മറന്നുപോയെന്ന് ഓർക്കാം. പക്ഷേ വൈകുന്നേരത്തെ റിസപ്ഷന് എൻ്റെ ഡ്രസ്സിന് മാച്ചാവുന്ന ആ പർപ്പിൾ കളർ ഷർട്ട് തന്നെ ഇട്ടോണം പറഞ്ഞേക്കാം. അവന് നേരെ വിരൽ ചൂണ്ടി ദേഷ്യത്തോടെ പെണ്ണ് പറഞ്ഞത്. നീ ആരാടി ബുല്ല എന്നെ പഠിപ്പിക്കാൻ എന്നും പറഞ്ഞ് അവളുടെ വിരൽ പിടിച്ച് പിറകിലേക്ക് തിരിച്ചു സിദ്ധു. അയ്യോ സിദ്ധു, സോറി, വിട് വിട്, ഞാൻ അറിയാതെ പറഞ്ഞതാ, വിട്. പെണ്ണ് വേദന കൊണ്ട് കാറാൻ തുടങ്ങി. ആർക്കാടി കോപ്പെ ഡ്രസ്സിങ് സെൻസ് ഇല്ലാത്തത്? നിന്റെ അപ്പൻ്റെ നായർക്കോ? അതോ നിന്റെ ആ പറട്ട ആങ്ങളയ്ക്കോ? ആർക്കാടി ബുല്ലേ? എൻ്റെ ആങ്ങളയ്ക്ക്, സിദ്ധു ദേഷ്യത്തിൽ ചോദിച്ചതും അപ്പു കരഞ്ഞു പറഞ്ഞു. എന്തോ? ഞാൻ കേട്ടില്ല. പൊന്നുമോള് തെളിച്ചു പറഞ്ഞേ, ആർക്കാ ഗ്ലാമർ ഇല്ലാത്തത്? അയ്യോ, എൻ്റെ കുഞ്ഞേട്ടൻ ഡ്രസ്സിങ് സെൻസും ഇല്ല, ഗ്ലാമറും ഇല്ല. പോരെ? പോരാ പോരാ, ഇതൊക്കെ ഒത്തിരി ഉള്ളത് ആർക്കാണെന്ന് കൂടി പറ, എന്നിട്ട് നിന്റെ കൈ വിടാം. അവളുടെ കൈ ഒന്നുകൂടെ ഇറുക്കി അവൻ പറഞ്ഞതും ആ, ഓക്കെ ഓക്കെ, എൻ്റെ കുഞ്ഞേട്ടനേക്കാളും ഗ്ലാമർ സിദ്ധുവിനാ. ആർക്ക്? സിദ്ധു ഏട്ടൻ. പോരെ? ആ, അങ്ങനെ വഴിക്ക് വാടി ചാൻസ് റാടി. ചിരിയോടെ പറഞ്ഞുകൊണ്ട് പെണ്ണിൻ്റെ കൈ വിട്ടു സിദ്ധു. ഓഹ്, എൻ്റെ കൈ പൊന്നാക്കി. ചുവന്നുപോയ തൻ്റെ വിരൽ കണ്ട് സിദ്ധുവിനെ നോക്കി അരിശത്തോടെ പിറുപിറുത്തു അപ്പു. എന്താടി ഇന്നത്തെ നിന്ന് പെറുപിറുക്കുന്നേ? ഒന്നുമില്ല, വൈകുന്നേരത്തെ കാര്യമൊക്കെ റെഡിയല്ലേ എന്ന് ചോദിച്ചതാ. അപ്പു തിരിച്ചവനോട് ദേഷ്യത്തിൽ ചോദിച്ചു. അവിടുത്തെ കാര്യമൊക്കെ റെഡിയാ. ഇനി കൊച്ചമ്മ അങ്ങോട്ട് എഴുന്നള്ളിയാൽ മതി. കേട്ടോടി? ഓ, കേട്ടു. എന്നാ പൊക്കോ കയറി. കുത്തിവീർപ്പിച്ച് നിൽക്കുന്നവളെ നോക്കി അവൻ കലിപ്പിച്ചതും അവനെ ചുണ്ടുകൊട്ടി കാണിച്ച് തിരിഞ്ഞ് അകത്തേക്ക് നടന്നു അപ്പു. ദേഷ്യത്തിൽ ചാടിത്തുള്ളി പോകുന്നവളെ കാണാൻ സിദ്ധുവിന് ചിരി പൊട്ടി. ഡോ സിദ്ധാർത്ഥെ, പെട്ടെന്ന് അപ്പു വിളിച്ചതും സിദ്ധു തിരിഞ്ഞു നോക്കി. ഞാൻ പറഞ്ഞതൊക്കെ കള്ള. എൻ്റെ കുഞ്ഞേട്ടൻ തന്നെയാ തന്നെക്കാളും ഒക്കെ ഗ്ലാമർ. അങ്ങയുടെ വാലിൽ കെട്ടാൻ കൊള്ളില്ല നിങ്ങളെ ഒന്നും. കേട്ടോടാ സിദ്ധ? പെണ്ണ് കലിയോടെ വിളിച്ചു പോവിയതും ഡി നിന്നെ ഇന്ന് നാക്ക് കടിച്ചുകൊണ്ട് സിദ്ധു അവൾക്ക് നേരെ മുന്നോട്ട് വന്നതും അപ്പു കാറി വിളിച്ചുകൊണ്ട് അകത്തേക്ക് ഒരൊറ്റ ഓട്ടം. അത് കണ്ടതും സിദ്ധു പൊട്ടിച്ചിരിച്ചു. മോളെ ക്ഷീണിച്ചോ? പൂജാമുറിയിൽ വിളക്ക് വെച്ച് തിരികെ വന്ന ചിത്തുവിനെ നോക്കി അരിമയോടെ മുത്തശ്ശി തിരക്കിയതും അവൾ ചെറുതായി തലയാട്ടി ഇല്ലെന്ന് കാണിച്ചു. എന്നാലും ഇത്രയും നേരമായതല്ലേ, ക്ഷീണം കാണും. മോള് വേണേൽ ഈ ഡ്രസ്സെല്ലാം മാറ്റി കുറച്ചു നേരം അനിക്കൊപ്പം മുറിയിൽ പോയിരുന്നോ? മുത്തശ്ശി പറഞ്ഞത് കേട്ടതും ചൈത്ര ഉടലടക്കം ഞെട്ടിപ്പോയി. വൈഫിനൊപ്പം മുകളിലേക്ക് കയറാൻ തുടങ്ങി അനിയും മുത്തശ്ശിയുടെ വാക്കുകൾ കേട്ട് സഡൻ ബ്രേക്കിട്ട പോലെ ഞെട്ടി നിന്നു. ചൈത്ര കൈകൾ കൂട്ടിത്തിരുമാൻ തുടങ്ങി. അവളിൽ വല്ലാത്തൊരു വെപ്രാളം പൊങ്ങിയിരുന്നു. പെട്ടെന്ന് അത് വേണ്ട മുത്തശ്ശി, തൽക്കാലം ചിത്തു അപ്പമ്മയുടെ മുറിയിലിരിക്കട്ടെ. ഫ്രഷായി വൈകിട്ടത്തെ ഫംഗ്ഷൻ കഴിഞ്ഞു പോരെ ബാക്കി. ചൈത്രയുടെ മുഖം കണ്ട് മനസ്സിലായ ശിവ വേഗം ചാടിക്കയറി മുത്തശ്ശിയോട് പറഞ്ഞു. അതാ അംബികാമ്മയും നല്ലത്. ചടങ്ങായിട്ട് തന്നെ എല്ലാം നടത്താം. ലത കൂടി ശിവയെ അനുകൂലിച്ചതും എന്നാൽ അത് മതിയെന്ന് മുത്തശ്ശി പറഞ്ഞു. ശിവ വേഗം ചിത്തുവിനെയും പിടിച്ചുകൊണ്ട് അപ്പമ്മയുടെ മുറിയിലേക്ക് പോയി.
അനി ആശ്വാസം പോലെ ഒന്ന് നിശ്വസിച്ചുകൊണ്ട് പടികൾ കയറി വേഗം മുകളിലേക്ക് നടന്നു. എത്ര നാൾ ഇങ്ങനെ ആശ്വസിക്കും ഏട്ടാ? എത്ര ദിവസം ഇങ്ങനെ ഒളിച്ചുമാറി നിൽക്കും പരസ്പരം? ഒപ്പം നടക്കുന്നതിനിടെ വൈഭവ് ചോദിച്ചതും അനി അവനെ നോക്കി ചെറുതായൊന്ന് ചിരിച്ചു. വേദന കലർന്നൊരു ചിരി. അല്ല, ഏട്ടൻ ഇപ്പോഴും ഇവിടെ നിൽക്കേ? ഒന്ന് റൂമിൽ പോയി ഫ്രഷായി റെസ്റ്റ് എടുക്കാൻ മേലായിരുന്നോ? വൈകിട്ടത്തെ ഫംഗ്ഷന് നമുക്ക് നേരത്തെ ഇറങ്ങേണ്ടതല്ലേ? അനിയും വൈഭവും മുകളിലെത്തിയതും ഓപ്പോസിറ്റ് വന്ന ആദി അവരെ നോക്കി പറഞ്ഞു. ഫംഗ്ഷനോ? ഏത് ഫംഗ്ഷൻ? വൈഭവ് നെറ്റിയൊന്ന് ചുളുക്കി ആദിയെ നോക്കി ചോദിച്ചു. അവൻ്റെ നോട്ടം കണ്ട ചെക്കൻ അയ്യോ എന്നായിപ്പോയി. പെട്ടെന്ന് ഓർക്കാതെ പറഞ്ഞു പോയതാണ്. ആദി, നിന്നോടാ ചോദിച്ചത് ഏത് ഫംഗ്ഷൻ്റെ കാര്യമാ നീ ഇപ്പോൾ പറഞ്ഞതെന്ന്. വൈഭവിൻ്റെ ശബ്ദം ഒന്ന് കടുത്തതും ആദി എന്തു പറയണമെന്നറിയാതെ നിന്ന് ഉഴറി. വൈകുന്നേരം നമ്മുടെ കൺവെൻഷൻ സെൻറ്ററിൽ റിസപ്ഷൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ കാര്യമാടാ ആദി പറയുന്നേ. അപ്പോൾ അങ്ങോട്ടേക്ക് കയറി വന്ന സിദ്ധു പറഞ്ഞു. റിസപ്ഷനോ? അതെന്തിനായിരുന്നു? ആരോട് ചോദിച്ചിട്ടാ വെച്ചേ? സിദ്ധു പറഞ്ഞത് കേട്ട് ഞെട്ടിയ അനി അവനെ നോക്കി ചോദിച്ചത്. ആദി, നീ പൊയ്ക്കോ, ഞാൻ പറഞ്ഞോളാം എല്ലാം. സിദ്ധു ആദിയെ നോക്കി പോകാൻ പറഞ്ഞു. ആദി അവരെയെല്ലാം ഒന്ന് നോക്കി ഇളിച്ചു കാണിച്ചിട്ട് അവിടുന്ന് മാറി. സിദ്ധ, ആരാ റിസപ്ഷൻ വെച്ചേ? വൈഭവ് സിദ്ധുവിന് നേരെ അരിശത്തിൽ ചോദിച്ചതും. നിന്റെ ഭാര്യ പറഞ്ഞിട്ടാ എന്ന് സിദ്ധുവിൻ്റെ മറുപടി പറഞ്ഞു. ഒരു നിമിഷം വൈഭവിൻ്റെ വാവൊന്നടഞ്ഞു. ശിവ പറഞ്ഞോ? വൈഭവ് ചോദിച്ചു. അതെ, അവളുടെ ആവശ്യമായിരുന്നു. ഏത് കുടുംബം അനിയേട്ടനെയും ചൈത്രയെയും പിരിക്കാൻ നോക്കിയോ ആ കുടുംബവും മറ്റുള്ളവരും എല്ലാം അറിയണമെന്ന് ചൈത്ര അനിയുടെ ഭാര്യയായത്. അവളുടെ വാക്കുകളാണത്. കേട്ടപ്പോൾ അതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. സിദ്ധു പറഞ്ഞു നിർത്തിയതും വൈഭവിൻ്റെ കണ്ണുകൾ ഒന്ന് കുറുകി. മാണിക്യമംഗലത്ത് ചൈത്രയുടെ അവകാശം ഊട്ടിയുറപ്പിക്കുകയാണ് അവൾ. തമ്മിൽ ഒരാളുടെ ജീവിതം സുരക്ഷിതമാക്കുന്നതിൽ അവർ രണ്ടുപേരും ഒന്നിനൊന്നായി മുന്നിട്ട് നിൽക്കുകയാണ്. വൈഭവ് ചിരിയോടെ ഓർത്തു. വിച്ചു, റിസപ്ഷനൊക്കെ ചൈത്ര അവൾ സമ്മതിക്കുമോ? അനി അവൻ്റെ ഉള്ളിലെ വ്യാകുലത തുറന്നു ചോദിച്ചു. ശിവ അല്ലേ ആള്? അവളെ സമ്മതിപ്പിച്ചോളും ഏട്ടാ. ഒരു കണക്കിന് ഇത് നന്നായി ഓർത്താൽ മതി. എവറിത്തിങ്സ് ഓൾ റൈറ്റ്. അനിയുടെ തോളിൽ തട്ടി വൈഭവ് ആശ്വസിപ്പിച്ചതും അനി ഒന്ന് തലയാട്ടി. എന്നാ നിങ്ങൾ പോയി ഫ്രഷ് ആവ്. ഹാളിൽ കാണാം. ഞാനും വീട്ടിൽ പോയിട്ട് വരാം. ഓക്കേ? ശരി, നീ വിട്ടോ. സിദ്ധു യാത്ര പറഞ്ഞ് താഴേക്ക് നടന്നു. അവൻ മുറ്റത്തെത്തിയപ്പോൾ സിദ്ധു ഏട്ടാ, അവിടെ മറഞ്ഞു നിന്ന ആദി അവനെ വിളിച്ചു. ആ, എന്നെ അവിടെ ഇട്ട് കൊടുത്തിട്ട് ഇവിടെ വന്ന് ഒളിച്ചു നിൽക്കുമായിരുന്നോടാ. സിദ്ധു ആദിയെ ഒന്ന് എത്തി നോക്കി. സോറി ഏട്ടാ, പേടിച്ചു പോയി ഞാൻ, അതാ ഓടിയേ. അല്ല, എന്തായി? എല്ലാം പൊളിഞ്ഞോ? ഇല്ല, ആക്ച്വലി ശിവയുടെ ഐഡിയയാണ് റിസപ്ഷൻ എന്ന് പറഞ്ഞത് കേട്ടിട്ടുണ്ട്. വൈഫ് ഓക്കെയാണ്. അപ്പോൾ കുഞ്ഞേട്ടൻ മറ്റേ കാര്യം അറിഞ്ഞോ? ആദിക്ക് ടെൻഷനായി. ഇല്ലടാ, അത് നിന്റെ കുഞ്ഞേട്ടൻ അവിടെ വരുമ്പോൾ നേരിട്ട് അറിഞ്ഞോളൂ. തൽക്കാലം പറഞ്ഞറിയിക്കണ്ട, കണ്ടാൽ മതി. ആ കടുവച്ചേട്ടൻ്റെ റിസപ്ഷന് കെട്ടിയൊരുങ്ങി വരട്ടെ. അപ്പോൾ ഇന്നത്തെ പരിപാടി ഒന്ന് പൊളിക്കും. കളിച്ചിരിയോടെ സിദ്ധു പറഞ്ഞത് കേട്ട് സന്തോഷമായ ആദി അവനെ കെട്ടിപ്പിടിച്ചു പറഞ്ഞു. അല്ല വെന്തേ, അനിയുടെ പെണ്ണിന് കാര്യമായിട്ട് ആഭരണങ്ങളൊന്നുമില്ലല്ലോ, അതെന്നാ പറ്റി? അല്ല, വൈഭവിൻ്റെ ഭാര്യയ്ക്ക് ഇവിടുന്ന് കൊടുത്തതുപോലെ അനി കെട്ടാൻ പോകുന്ന കുട്ടിക്കും സ്വർണ്ണമൊന്നും കൊടുത്തില്ലേ? അതോ സേതുമാധവൻ എടുത്തു വളർത്തുന്ന കുട്ടിയായതുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ചതാണോ ഇത്? അപ്പമ്മയുടെ മുറിയിൽ നിന്ന് ഇറങ്ങി ഹാളിലേക്ക് വന്ന് ശിവ കേട്ടത് ഇതാണ്. ഹാളിലെ സോഫയിലിരുന്ന് രജനിയും വൃന്ദയും സംസാരിക്കുകയാണ്. കൂടെ സ്നേഹയുമുണ്ട്. ഓ, എനിക്കറിയത്തില്ല രജനി. ചിലപ്പോൾ നീ പറഞ്ഞതുപോലെ ആവും. ദത്തുമകൾ ഒരിക്കലും സ്വന്തമാവില്ലല്ലോ. പുച്ഛത്തോടെ രജനി പറഞ്ഞതിന് പുറമെ ഒരു പരിഹാസ ചിരിയോടെ വൃന്ദ പറഞ്ഞത് കേട്ടതും ശിവയുടെ രക്തം തിളയ്ക്കാൻ തുടങ്ങി. സാധാരണ പെൺപിള്ളേരെ കെട്ടിക്കുമ്പോൾ അച്ഛനമാർ അവർക്കുള്ളതുപോലെ പൊന്നു കൊടുത്ത് കെട്ടിക്കും. അതാ പതിവ്. ഇവിടെയോ, ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് വല്ലതും കിട്ടിയാലേ കല്യാണത്തിന് പെണ്ണിന് പുറത്തിറങ്ങാൻ പറ്റൂ. ശിവ കേൾക്കാൻ വേണ്ടി വലിയ അട്ടഹാസത്തോടെ രജനി വൃന്ദയുമായി അത് പറഞ്ഞു ചിരിച്ചതും. ഇവിടുന്ന് തന്നത് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്നതൊന്നുമല്ലല്ലോ ഇത്ര ദണ്ണിക്കാൻ. തിളച്ചു കയറിയ ദേഷ്യത്തോടെ വൃന്ദയ്ക്കും രജനിക്കും അരികിലേക്ക് ചെന്ന് ശിവ ചോദിച്ചു. ഡി, നീ എന്താ പറഞ്ഞേ? വൃന്ദ ചാടി എണീറ്റു. കൂടെ രജനിയും. പറഞ്ഞത് എന്താണെന്ന് അപ്പച്ചി കേട്ടില്ലാന്നുണ്ടോ? ഞാനും ചിത്തുവും ഇങ്ങോട്ടേക്ക് എന്തു കൊണ്ടുവന്നില്ല എന്ന് തിരക്കാൻ എൻ്റെ ഭർത്താവ് അപ്പച്ചിയെ ചുമതലപ്പെടുത്തിയിരുന്നോ? ശിവ അരിശത്തോടെ ചോദിച്ചു. ഞങ്ങളില്ലാത്തതൊന്നുമല്ലല്ലോടി പെണ്ണെ പറഞ്ഞത്. നിനക്കും നിന്റെ ചേച്ചിക്കും ഇവിടുന്ന് സ്വർണം അങ്ങോട്ട് തന്നതല്ലേ കെട്ടിക്കൊണ്ടു വന്നേ? പിച്ച കല്യാണം നടത്തിയതും പോരാഞ്ഞിട്ട് ഞങ്ങളുടെ മെക്കിട്ട് കയറാൻ വരുന്നോ? വൃന്ദയ്ക്ക് ഉട പിടിച്ചുകൊണ്ട് രജനി പറഞ്ഞു. എന്താ നിങ്ങൾ പറഞ്ഞേ? പിച്ച കല്യാണം നടത്തിയെന്നോ? ആ, അത് ശരിയാ. മാണിക്യമംഗലത്തെ മുത്തശ്ശനും മുത്തശ്ശിയും എൻ്റെ വീട്ടിൽ വന്നു എൻ്റെ അച്ഛനെ കണ്ട് ഈ വീട്ടിലെ ആൺകുട്ടികൾക്ക് വേണ്ടിയാ ഞങ്ങളെ പെണ്ണ് ചോദിച്ചത്. അത് നല്ല അന്തസ്സായിട്ട്. എന്നിട്ട് അങ്ങനെ നടന്ന കല്യാണങ്ങൾ പിച്ച കല്യാണം. അപ്പോൾ 2 കൊല്ലം മുന്നേ ബാംഗ്ലൂർ സ്റ്റാർ ഹോട്ടൽ മുറിയിൽ നിന്ന് പിടിച്ചിട്ട് രായ്ക്ക് രാമായണം തന്നെ പിടിച്ചു കെട്ടിച്ച നിങ്ങളുടെ അനന്തരവളായ ഈ നിൽക്കുന്ന സ്നേഹയുടെയും കാർത്തികിൻ്റെയും കല്യാണമോ? അതാണോ നല്ല അന്തസ്സുള്ള കല്യാണം? കൊള്ളാം.
സ്നേഹയെ നോക്കി പുച്ഛത്തോടെ വിരൽ ചൂണ്ടി രജനിയോട് വീറോടെ ശിവ പറഞ്ഞതും രജനിയും വൃന്ദയും ഞെട്ടിപ്പോയി. ശിവ ഇതെല്ലാം എങ്ങനെ അറിഞ്ഞെന്ന് ഇരുവരും പരസ്പരം നോക്കി. സ്നേഹ ആണേ പിളറി വിയർത്തു പോയിരുന്നു. ആദ്യം പോയി സ്വന്തം മക്കളുടെ കാര്യം നോക്ക്, എന്നിട്ട് എനിക്ക് എന്തൊക്കെ കിട്ടിയില്ല എന്നുള്ള കണക്കെടുക്കാൻ വാ. അതുപോലെ എൻ്റെ ചിത്തുവിനെ ദുഷിപ്പ് പറയുന്നത് നിങ്ങൾ ഇതോടെ നിർത്തിക്കോ. ഇല്ലേൽ ആനന്ദിൻ്റെയും മറ്റേ മീരയുടെയും ചരിത്രം കൂടെ നിങ്ങൾ എൻ്റെ വായിന്ന് കേൾക്കും. അത് വേണോ? ചൂടുപാറുന്ന കണ്ണുകളോട് രജനിക്ക് നേരെ ശിവ തൊടുത്തു. രജനിക്ക് അവളോട് വല്ലാത്ത ദേഷ്യം തോന്നി. അവൾക്ക് മുന്നിൽ തോൽക്കാൻ തയ്യാറാവാതെ, ദേ പെണ്ണെ, എങ്ങോട്ടാടി നീ മൂപ്പിച്ച് കയറി പോകുന്നേ? ഏതോ അനാഥാലയത്തിൽ കിടന്ന നിനക്ക് എന്ത് യോഗ്യതയും ആഠ്യത്വവും ഉണ്ടടി എൻ്റെയും ഈ വൃന്ദയുടെയും മുന്നിൽ നിന്ന് സംസാരിക്കാൻ? പരിഹാസത്തോടെ രജനി ശിവയ്ക്ക് നേരെ അലറിയതും, ശിവാമിയുടെ വിലയും ആഠ്യത്വവും എന്താണെന്ന് അമ്മായിക്ക് ഞാൻ പറഞ്ഞു തന്നാൽ മതിയോ? ഇടിമുഴക്കം പോലെ വൈഭവിൻ്റെ ഗാംഭീര്യമാർന്ന ശബ്ദം അവിടെ മുഴങ്ങി. അത് കേട്ട് ഞെട്ടിപ്പോയവർ തിരിഞ്ഞു നോക്കിയതും കണ്ടു ചുവന്ന കണ്ണുകളോടെ വലിഞ്ഞു മുറുകിയ മുഖവുമായി വാതിൽപ്പടിയിൽ നിൽക്കുന്നവനെ. വൈഭവിനെ കണ്ടതും രജനി കിടുങ്ങി വിറയ്ക്കാൻ തുടങ്ങി. പണ്ടേ രജനിക്ക് വൈഭവിനെ പേടിയാണ്. അവനില്ലാത്തപ്പോഴേ മാണിക്യമംഗലത്തേക്ക് വരാറുള്ളൂ. അവൻ പുറത്തു പോകുന്നത് കണ്ട ധൈര്യത്തിലാണ് ഈ പറഞ്ഞതൊക്കെ. വൈഭവിനെ കണ്ടതും ശിവയുടെ ഉണ്ട കണ്ണുകൾ ഒന്ന് വിടർന്നു. അവളുടെ മുഖത്ത് ദേഷ്യം മാറി പുഞ്ചിരി നിറഞ്ഞു. കത്തുന്ന കണ്ണുകളോടെ തങ്ങൾക്കടുത്തേക്ക് വരുന്നവനെ കാണാൻ രജനിയും വൃന്ദയും ഒന്ന് ഉമിനീരിറക്കി. ശിവയ്ക്ക് അടുത്ത് വന്നതും അവളുടെ ഇടുപ്പിലൂടെ പിടിച്ചു തന്നിലേക്ക് ചേർത്ത് പിടിച്ചു വൈഭവ്. ശിവ ഞെട്ടലോടെ അവനെ നോക്കി. എൻ്റെ പേരിലെ താലിയ ഇവളുടെ കഴുത്തിൽ കിടക്കുന്നത്. ശിവാമി വൈഭവ് വർമ്മയാണ് ഇവൾ. അതാണ് ഇവളുടെ ആഠ്യത്വവും. ഇവൾ എൻ്റെ പെണ്ണാണെന്ന് മറന്നോ നിങ്ങൾ? ശിവയെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു വൈഭവ് ചോദിച്ചതും രജനിയും വൃന്ദയും എന്തു പറയണമെന്നറിയാതെ നിന്ന് വിറച്ചു. ശിവാമി മാണിക്യമംഗലത്തേക്ക് കാൽ വെച്ച് കയറിയത് വൈഭവിൻ്റെ കൈ പിടിച്ച ആ നിമിഷം മുതൽ ഈ എൻ്റെ അവകാശിയ എൻ്റെ പെണ്ണ്. അപ്പോൾ അവൾ ഇട്ടതൊക്കെ അവൾക്ക് അവകാശപ്പെട്ടത് തന്നെയാ. മനസ്സിലായോ അമ്മായിമാർക്ക്? പല്ല് ഞെരിച്ചുകൊണ്ട് അവൻ അലറിയതും വിറച്ചുകൊണ്ട് പേടിയോടെ തലയാട്ടിപ്പോയി രജനി. എന്താ ഇവിടെ? പെട്ടെന്ന് അങ്ങോട്ടേക്ക് വന്ന മുത്തശ്ശി ചോദിച്ചു. ഒന്നുമില്ല മുത്തശ്ശി, അമ്മായിക്ക് പോകാറായില്ലേന്ന് ചോദിക്കുമായിരുന്നു ഉണ്ണിയേട്ടൻ. വൈഭവിൻ്റെ കൈകളിൽ അള്ളിപ്പിടിച്ചു രജനിയെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു ശിവ. അത് ശരിയാണല്ലോ, പറഞ്ഞതുപോലെ രജനി പോകുന്നില്ലേ? അത് ഞാൻ ഇറങ്ങാൻ തുടങ്ങുമായിരുന്നു അംബികാമ്മേ. പിന്നെ സ്നേഹമോളോട് വിശേഷം ചോദിച്ചങ്ങ് നിന്നതാ. രജനി മുത്തശ്ശിയെ നോക്കി തപ്പിത്തടഞ്ഞു പറഞ്ഞു. രജനിയുടെ നിപ്പും വൈഭവിൻ്റെ നോട്ടവും മുഖവും ഒക്കെ കണ്ടതും മുത്തശ്ശിക്ക് കാര്യം പിടികിട്ടി. കല്യാണം കഴിഞ്ഞ് വർഷം 2 കഴിഞ്ഞിട്ടും അറിയാനും മാത്രമുള്ള വിശേഷമൊന്നും സ്നേഹയ്ക്കായിട്ടില്ല. അതുകൊണ്ട് കൂടുതൽ നിൽക്കാതെ രജനി പോകാൻ നോക്ക്. അവരെ ഒന്നിരുത്തി നോക്കി മുത്തശ്ശി പറഞ്ഞതും വൃന്ദയെ ഒന്ന് നോക്കി സ്നേഹയുമായി പുറത്തേക്ക് ഇറങ്ങി രജനി. പാടി. അവര് പോകുന്നത് ഒന്ന് നോക്കിയിട്ട് ചേർത്ത് പിടിച്ച് നിന്നവളെ വലിച്ചുകൊണ്ട് മുകളിലെ മുറിയിലേക്ക് നടന്നു വൈഭവ്. വൃന്ദ ഒന്ന് നിന്നേ. അപ്പോൾ തൻ്റെ മുറിയിലേക്കായി പോകാൻ തുടങ്ങിയ വൃന്ദയെ പുറകിന്ന് വിളിച്ചു മുത്തശ്ശി. എന്താ അമ്മേ? ഇവിടെ ഇപ്പോൾ നടന്നത് എന്താണെന്ന് ഞാൻ ചോദിക്കുന്നില്ല. പക്ഷേ മേലാൽ എൻ്റെ കൊച്ചുമക്കളുടെ കാര്യത്തിൽ അനാവശ്യമായി നീ ഇടപെടരുത് കേട്ടോ. താക്കീതുപോലെ അവർക്ക് നേരെ കൈ ചൂണ്ടി മുത്തശ്ശി പറഞ്ഞതും തികട്ടി വന്ന ദേഷ്യം ഒതുക്കി പിടിച്ച് തലയാട്ടി വൃന്ദ. റൂമിലെത്തിയില്ലേ? ഇനി എൻ്റെ കയ്യിൽ നിന്ന് വിട് ഡോക്ടറെ. അവർ ഒന്നും ഇനി കാണില്ല. തങ്ങളുടെ റൂമിലെത്തിയതും അവൻ്റെ കൈക്കുള്ളിൽ നിന്ന് ശിവ പറഞ്ഞു. താഴേന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് വന്നിട്ട് അങ്ങനെ തന്നെ അവളെ പിടിച്ചേക്കുവാണ് വൈഭവ്. താഴെ വെച്ച് ഞാൻ നിന്നെ പിടിച്ചത് അവരെ കാണിക്കാനാണെന്ന് തോന്നിയോടി നിനക്ക്? അവളുടെ വാക്കുകൾ കേട്ട് ദേഷ്യം വന്നവൻ വലിഞ്ഞു മുറുകിയ മുഖത്തോട് ശിവയോട് ചോദിച്ചതും ഒരു നിമിഷം മുന്നിൽ നിൽക്കുന്നവനോട് എന്തു പറയണമെന്നറിയാതെ മിഴികൾ നിശ്ചലമായി ശിവയുടെ. അത് അങ്ങനെയല്ലേ എപ്പോഴും നമ്മൾ ഇവിടുത്തെ ഉള്ളവരെ കാണിക്കാൻ അല്ലേ സാധാരണ ഇങ്ങനെ ചെയ്യാറ്? തന്നിൽ തന്നെ ദൃഷ്ടി പതിപ്പിച്ചവൻ്റെ പൂച്ച കണ്ണുകളുടെ കാന്തികം താങ്ങാനാകാതെ പിടയ്ക്കുന്ന മിഴികളോടെ അവൾ വെക്കി പറഞ്ഞതും അങ്ങനെയാണ് നിനക്ക് തോന്നുന്നതെങ്കിൽ ഇതും ആ കണക്കിൽപ്പെടുത്തിക്കോ. പറഞ്ഞു തീരുന്നതും ശിവയെ ഇടുപ്പിലൂടെ പിടിച്ച് ഒറ്റ കറക്കത്തിന് അവളെ പിന്നിലാക്കി ഭിത്തിയിലേക്ക് പുറം മുട്ടിച്ചു നിർത്തി ലോക്ക് ചെയ്തു. അവൻ്റെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ ശിവയുടെ ഉണ്ട കഴിഞ്ഞ് മിഴിഞ്ഞു വന്നതും വൈഭവിൻ്റെ ചുണ്ട് അവളുടെ കഴുത്തിലേക്ക് ചേക്കേറിയിരുന്നു. ശ്വാസം വിലങ്ങിപ്പോയ ശിവ അവിടെ തന്നെ നിന്നുപോയി. അവളുടെ കൈകൾ അവൻ്റെ നെഞ്ചിൽ വീണു. ഒരു പാഴ്ശ്രമം പോലെ വൈഭവിൻ്റെ ഷർട്ടിൽ പിടിമുറുക്കി അള്ളി അവൾ. എന്നാൽ അവളുടെ ആ ശ്രമങ്ങളൊക്കെ അവനിലെ ആണിനെ ഉണർത്തക്കവുള്ളവയായിരുന്നു. അവനൊരു കൈകൊണ്ട് അവളെ കൂടുതൽ ഇറക്കി അവളുടെ കഴുത്തിലേക്ക് ആവേശത്തോടെ ചുണ്ടുകൾ കൊണ്ട് പരതി. ശിവ കണ്ണുകൾ ഇറുക്കെ അടച്ച് ഒന്ന് ഏങ്ങി. തള്ളവിരൽ കുത്തിപ്പൊങ്ങിപ്പോയി. ഒരുപാട് നാളത്തെ ആഗ്രഹം പോലെ അവളുടെ തൂവെള്ള കഴുത്തിലൂടെ അവൻ്റെ ചുണ്ടും നാവും ഓടി നടന്നു. കൊതിയോടെ ആവേശത്തോടെ അവൻ അവിടമെല്ലാം ഒപ്പിയെടുത്തു. ശിവ തളർന്നു പോയിരുന്നു. നിന്നിടത്ത് നിന്ന് ഒരടി ചലിക്കാൻ പോലും ആവാതെ അവനിൽ തന്നെ വിധേയപ്പെട്ടു പോയിരുന്നു. തൻ്റെ മുറിയിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങിയ കാർത്തി വൈഭവിൻ്റെ റൂമിലേക്ക് ഒന്ന് പാളി നോക്കിയതും പാതി തുറന്നു കിടന്ന ഡോറിനകത്തൂടെ
ആ കാഴ്ച കണ്ടു ശിവയെ പുണർന്നു ചുംബിക്കുന്ന വൈഭവിനെ. അത് കാണെ കാർത്തികിന്റെ മുഖം മുറുകി. കൈകൾ മുഷ്ടി ചുരുട്ടി. വൈഭവിനോട് വല്ലാത്ത പക അവനിൽ രൂപപ്പെട്ടു. ഏന്തി വന്ന കോപത്തോടെ അവൻ തിരികെ റൂമിലേക്ക് കയറി കതക് ആഞ്ഞടിച്ചു കളഞ്ഞു. വൈഭവിന്റെ വലം കൈ ശിവയുടെ ഇടുപ്പിലേക്ക് ചേക്കേറി. പെട്ടെന്ന് അവളുടെ കലങ്ങിയ മിഴികൾ ആഞ്ഞു തുറന്നു. ഞെട്ടിപ്പിടഞ്ഞവൾ സർവ്വശക്തിയുമെടുത്ത് അവനെ തന്നിൽ നിന്ന് ആഞ്ഞു തള്ളി. വൈഭവ് അവളെ വിട്ട് പിറകിലേക്ക് വേച്ചുപോയതും ശിവയുടെ വലത് കൈ അവന്റെ കവളിൽ വീണു. ചെറുതാണെങ്കിലും കുറച്ച് ശക്തിയോടെയുള്ള അവളുടെ അടിയിൽ വൈഭവിന്റെ മുഖം ഒരു വശത്തേക്ക് ഏങ്ങി. അവൻ മുഖത്ത് കൈവച്ചു. ദേഷ്യത്തിനു പകരം അവന്റെ ചുണ്ടിന്റെ കോണിൽ ചിരി പൊടിഞ്ഞു. പെണ്ണിന്റെ കയ്യിൽ നിന്ന് ഒരടി പ്രതീക്ഷിച്ചതാണ്. പൊട്ടിവന്ന കള്ളച്ചിരിയോടെ അവൻ നോക്കിയതും കണ്ടേ വലിഞ്ഞു മുറുകി ചുവന്ന മുഖവും കലങ്ങിയ കണ്ണുമായി നിന്ന് കിതയ്ക്കുന്നവളെയാണ്. അവളുടെ കലങ്ങിയ മിഴികൾ അവന്റെ നെഞ്ചിലൊന്നു കൊണ്ട്. വൈഭവ് എന്തോ പറയാനായി മുന്നോട്ടാഞ്ഞതും ശിവ വെട്ടിത്തിരിഞ്ഞു ആ മുറിയിൽ നിന്നിറങ്ങിപ്പോയി. വേഗത്തിൽ താഴേക്കുള്ള സ്റ്റെപ്പിനരികെ ഓടി വന്നു. അവിടുത്തെ തൂണിൽ പിടിച്ച് ചെറുതായി കരഞ്ഞുപോയി ശിവ. അവനിൽ നിന്ന് ഇങ്ങനൊരു പ്രവൃത്തി അവൾക്ക് സഹിക്കാനായില്ല. അറിയാം വൈഭവ് എങ്ങനെയായിരുന്നു എന്നും അവന് മറ്റു സ്ത്രീകളുമായുള്ള ബന്ധവും ഒക്കെ. പക്ഷേ ഇപ്പോൾ തന്നെയും അവരെപ്പോലെ തന്നെ അവൻ കണ്ടതായി അവൾക്ക് തോന്നി. അതവൾക്ക് സഹിച്ചില്ല. സങ്കടവും ദേഷ്യവും എല്ലാം കൊണ്ട് അവളുടെ ഉള്ളു പിടഞ്ഞു. ഏട്ടത്തിയമ്മേ. പെട്ടെന്ന് താഴേന്ന് അപ്പുവിൻ്റെ വിളി കേട്ട ശിവ ഞെട്ടലോടെ കണ്ണും മുഖവുമൊക്കെ തൂത്തു. ഏട്ടത്തിയമ്മേ, എന്തു പറ്റി? ഇതെന്നാ ഇവിടെ നിൽക്കുന്നേ? പടി കയറി മുകളിലേക്ക് വന്നവൾ ചോദിച്ചു. ഏയ് ഒന്നുമില്ല മോനെ, ഞാൻ താഴേക്ക് വരാൻ തുടങ്ങുമായിരുന്നു. അല്ല, നീ എന്താ എന്നെ വിളിച്ചേ? അതോ, ഏട്ടത്തിയമ്മ വേഗം താഴേക്ക് വന്ന് ചിത്തുമ്മയെ ഒന്ന് കാണ്. റിസപ്ഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ ആള് ഭയങ്കര അപ്സെറ്റാ. വരുന്നില്ല എന്നൊക്കെ പറയുക. ഏട്ടത്തിയമ്മ വന്നൊന്ന് സംസാരിക്ക് വാ. പറഞ്ഞുകൊണ്ട് ശിവയുടെ കൈയും പിടിച്ച് അപ്പു താഴേക്ക് ഇറങ്ങിയതും മുഖം നല്ലതുപോലെ തൂത്തു അവൾക്കൊപ്പം താഴേക്ക് നടന്നു ശിവ. അപ്പോൾ അവൾക്ക് പിറകിലായി നിന്ന വൈഭവ് താഴേക്ക് പോകുന്നവളെ ഒന്ന് നോക്കിയിട്ട് തിരിഞ്ഞ് റൂമിലേക്ക് നടന്നു. പെണ്ണ് ഓടിപ്പോയപ്പോൾ ആദ്യമൊന്ന് സ്ട്രക്കായി. പിന്നെ അവൾക്ക് പുറകെ പോയതാണവൻ. വേണമെന്ന് വെച്ചല്ല, കയ്യിൽ നിന്ന് പോയി. ഓരോ തവണ അവൾ ആ ഉണ്ടക്കണ്ണ് മിഴിച്ച് ചിരിച്ചുകൊണ്ട് വരുമ്പോഴും ആ നുണക്കുഴി കവളുകൾ വീർപ്പിച്ച് ദേഷ്യപ്പെടുമ്പോഴുമൊക്കെ മനസ്സിൻ്റെ പിടിവിട്ട് പോകാറുണ്ട്. കൈകൾ അനുസരണയില്ലാതെ അവളിലേക്ക് പോകാൻ തിടുക്കം കാട്ടാറുണ്ട്. അതെങ്ങനെയാ പിടിച്ചു നിർത്തുന്നത് എന്ന് എനിക്കേ അറിയില്ല. ഇന്ന് കാലത്ത് അവളെ ആ ചുവന്ന പട്ടിൽ കണ്ടപ്പോൾ അപ്പോഴേക്ക് പൊക്കി എടുത്തുകൊണ്ട് പോകാനാ തോന്നിയേ. അത്രയ്ക്ക് കൺട്രോൾ പോയിരുന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് പെണ്ണിൻ്റെ ഓഞ്ഞ ഡയലോഗ്. ഞാൻ ആരാണ്ട് കാണിക്കാനാണ് പോലും അവളെ പിടിച്ചെന്നു. ഹൗ ഡെയർ ഷീ? അവൾക്ക് എങ്ങനെ തോന്നി എന്നോടത് പറയാൻ? ഞാൻ അഭിനയിക്കുകയാണ് പോലും. പിന്നെ ഒന്നും നോക്കിയില്ല. മനസ്സിൽ തോന്നിയത് മുന്നും പിന്നും നോക്കാതെ ചെയ്തു. അതവൾ എൻ്റെ ആണെന്ന പൂർണ്ണ ബോധത്തോടെ തന്നെയാണ് ഇനിയും ചെയ്യുന്നത്. ചുണ്ടിൻ്റെ കോണിൽ വിനിഞ്ഞ ചിരിയോടെ ഓർത്തു വൈഭവ്.